ഹലോ, അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്ന ചക്ക വരട്ടി റെസിപ്പിയാണ്. അപ്പോൾ ഞാൻ വളരെ ഹാപ്പിയോട് കൂടിയാണ് നിങ്ങളുമായി ഈ റെസിപ്പി ഷെയർ ചെയ്യുന്നത്. വേറെ ഒന്നുമല്ല, നമ്മൾ അവധിക്കാലത്ത് കുട്ടിക്കാലത്ത് കസിൻസുമായിട്ട് ചക്ക കുറേ കഴിച്ചതും ഇതേപോലെ ചക്ക വരട്ടി ഉണ്ടാക്കുമ്പോൾ നമ്മളെ പ്രായമായവരെ കൂടെ നിന്നതും അങ്ങനെ കുറേ ഓർമ്മകളുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ചക്ക വരട്ടി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചക്ക ചെറുതായി മുറിച്ച് ഇതേപോലെ ഒരു കുക്കറിൽ വേവിച്ചെടുക്കുക. ചിലവർ അരച്ചിട്ടാണ് ചക്ക വരട്ടി ഉണ്ടാക്കുക. ഞാനിപ്പം എൻ്റെ സ്റ്റൈലാണ് ഞാനിവിടെ പറയുന്നത്. അപ്പോൾ നമ്മൾ 4-5 വിസിലടുപ്പിച്ചിട്ട് ചക്ക വേവിച്ചിട്ട് ഒരു ഉരുളിയിലേക്ക് ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഒരു പാത്രത്തിൽ നമ്മൾ ശർക്കര പാവ് കാച്ചുക. ശർക്കര ഇതേപോലെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ശർക്കര പാവ് കാച്ചി അരിച്ചെടുക്കുക. കല്ലൊക്കെ ഉണ്ടെങ്കിൽ അത് മാറിക്കിട്ടും, അപ്പം അരിച്ചെടുക്കുക. അതിന് ശേഷം നമ്മൾ ഈ വേവിച്ച ചക്കയിലോട്ട് ശർക്കര പാവ് കാച്ചിയത് ഒഴിച്ച് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ ഗ്യാസ് ഓൺ ചെയ്ത് ഇതേപോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ഉള്ള കൺസിസ്റ്റൻസി നിങ്ങൾ നോട്ട് ചെയ്തോളൂ. കുറച്ച് കഴിയുമ്പോൾ കുറച്ചും കൂടി കുറുകി നമ്മൾ കൈ വിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. ചിലവർ ഇതിൽ ഏലക്കായും വേറെ കുറേ ഇൻഗ്രീഡിയൻസ് ചേർക്കും. പക്ഷെ ഞാൻ എൻ്റെ റെസിപ്പി ഇങ്ങനെയാണ്. പിന്നെ ചിലവർ നെയ്യ് ഇപ്പോൾ തന്നെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ആഡ് ചെയ്യും. പക്ഷെ ഞാൻ ഒരു പകുതിയൊക്കെ ആകുമ്പോഴാണ് ഇട്ടിട്ട് ഞാൻ കുറേ നേരം കൈ വിടാതെ ഇളക്കി കൊടുക്കുന്നത്. അപ്പം ലാസ്റ്റ് നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസി ആകുമ്പോഴാണ് ചക്ക വരട്ടി റെഡിയായി എന്ന് മനസ്സിലാവുക. ഇതിൻ്റെ കുറച്ച് മിഡിൽ പോർഷനൊക്കെ ആകുമ്പോഴാണ് നമ്മൾ നെയ്യ് ഒഴിച്ച് നല്ലോണം വരട്ടി കൊടുക്കേണ്ടത്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്ത റെസിപ്പി നന്നായിട്ടുണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, വേറെ ആൾക്കാർക്ക് ഷെയർ ചെയ്യുക ഈ റെസിപ്പീസ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ യൂട്യൂബ് ചാനൽ. ബൈ.